മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വിരലിൽ പതിവായി ഉപയോഗിക്കുന്ന മഷിക്ക് പകരം മാർക്കർ പെൻ ഉപയോഗിച്ച സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ ഒരു നടപടി ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള ഗുരുതരമായ വെല്ലുവിളിയാണെന്ന ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാവുന്നുണ്ട്. വോട്ട് രേഖപ്പെടുത്തുന്നതിന് ശേഷം വോട്ടർമാരുടെ വിരലിൽ അടയാളപ്പെടുത്തുവാൻ ഉപയോഗിച്ച മാർക്കർ പെൻ വളരെ എളുപ്പത്തിൽ മായുന്നുവെന്ന ആരോപണങ്ങളാണ് വിവാദത്തിന് ആക്കം കൂട്ടുന്നത്. കൈ കഴുകിയാലോ അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞാലോ അടയാളം ഇല്ലാതാവുന്നുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിച്ചതോടെ പൊതുജനങ്ങളിൽ കടുത്ത സംശയവും അവിശ്വാസവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വോട്ടിൻ്റെ വിശുദ്ധത സംരക്ഷിക്കുവാൻ നിർണായക പങ്ക് വഹിച്ച ഇൻഡെലിബിൾ മഷിയെ ഒഴിവാക്കി മാർക്കർ പെൻ ഉപയോഗിച്ച തീരുമാനം എന്തിനാണെന്ന ചോദ്യത്തിന് ഭരണകൂടത്തിനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അധികൃതർക്കും ഇതുവരെയായും വ്യക്തമായ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല. ഈ മൗനം തന്നെ ഗൗരവമേറിയ രാഷ്ട്രീയ സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ സംഭവത്തെ ശക്തമായി അപലപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെറും ഭരണപരമായ പിഴവല്ലെന്നും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാനുള്ള ഉദ്ദേശപൂർവമായ നീക്കമാണെന്നാണ് പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. ശിവസേന ഉദ്ധവ് വിഭാഗവും അതുപോലെ തന്നെ MNS, കോൺഗ്രസ്, NCP തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വോട്ടിൻ്റെ വിശുദ്ധതയെ സംരക്ഷിക്കുവാൻ പോലും കഴിയാത്ത തെരഞ്ഞെടുപ്പ് സംവിധാനം എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇത് ചെറിയ സാങ്കേതിക പ്രശ്നമല്ല, ജനാധിപത്യത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന അതിഗുരുതരമായ വിഷയമാണ്. ഒരു പൗരൻ്റെ മൗലിക അവകാശമായ വോട്ട് ഒരു തമാശയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും അവരുടെ വിശദീകരണം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ അവർ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. മാർക്കർ പെൻ മുമ്പും ഉപയോഗിച്ചിട്ടുണ്ടെന്ന വാദം ഉയർത്തിയെങ്കിലും ഇൻഡെലിബിൾ മഷി ഒഴിവാക്കിയതിൻ്റെ ആവശ്യകത എന്താണെന്നതിൽ വ്യക്തത വരുത്തുവാൻ കമ്മീഷന് ഇതുവരെയായും സാധിച്ചിട്ടില്ല. വിരലിലെ അടയാളം മായ്ച്ചാലും വീണ്ടും വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദം പ്രതിപക്ഷവും നിയമവിദഗ്ധരും തള്ളിക്കളയുകയാണ്. തെരഞ്ഞെടുപ്പ് നടപടികളിൽ ഒരു ചെറിയ വിടവ് പോലും വലിയ ദുരുപയോഗങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതാണ് അവരുടെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും ജനാധിപത്യ അവകാശ പ്രവർത്തകരും ഈ ഒരു സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം അത് ഭരണകൂടത്തിന് തന്നെ നേരിടേണ്ടി വരുമെന്നതാണ് അവരുടെ മുന്നറിയിപ്പ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഒരു വിഷയം വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇത് അശ്രദ്ധയാണോ, പരീക്ഷണമാണോ, അതോ ആസൂത്രിതമായ നീക്കമാണോ എന്ന ചോദ്യങ്ങൾ അതിശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ആയുധമായി ഈ ഒരു വിഷയം ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ. നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് നടപടികളിലെ ഇത്തരം പിഴവുകൾ കോടതികളിലേക്കും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതിലേക്കും വഴിവെക്കുമെന്നതാണ് അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണിപ്പോൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരും വ്യക്തമായ വിശദീകരണം നൽകാതെ പിന്നോട്ടു മാറിയാൽ രാഷ്ട്രീയ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മൊത്തത്തിൽ മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മഷിക്ക് പകരം മാർക്കർ പെൻ ഉപയോഗിച്ച സംഭവം ഭരണകൂടത്തിൻ്റെ അശ്രദ്ധയുടെയും ജനാധിപത്യത്തെ അവഗണിക്കുന്ന സമീപനത്തിൻ്റെയും ഉദാഹരണമാണെന്ന ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ്. ഈ ഒരു വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുമെന്നതാണ് പറയപ്പെടുന്നത്.